അപ്പോൾ വർക്കേഴ്സിന്റെ വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വലിയ കോൺക്രീറ്റ് വാള് വന്നിട്ടുള്ളത്. കുറേ ഇവിടെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിലാണ്. കൊയിലാണ്ടി ബൈപ്പാസിൽ നന്ദി ഭാഗത്താണുള്ളത്. ഇവിടുന്ന് ചെങ്ങോട്ടുകാവ് വരെ പോകണമെന്നുണ്ട്, പക്ഷേ അവിടെ അടച്ചിട്ടുണ്ട്. മലന്റെ ഭാഗത്തൊക്കെ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് അതുവഴി വാഹനങ്ങൾ കടത്തി വിടുന്നില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇതാണ് നന്ദി ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇവിടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്ന വഴിയിൽ അവിടെ അടച്ചിട്ടുണ്ട്. ഇനി അവരൊക്കെ ഈ ഉൾപ്രദേശത്തേക്ക് പോകുന്ന വണ്ടികളാണ് അറിയില്ല. അവിടെ ഒരു അണ്ടർപാസ് ഇല്ലേ, ആ അണ്ടർപാസിന്റെ ഉൾവശത്തൂടെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. ആ കാറൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുവഴി പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ വാഗാട് വർക്ക് ഇതിന്റെ ക്യാമ്പിങ് ഏരിയ ആണ്. ഇവരെ പ്ലാന്റ് ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പൊ കുറെ നാളായിട്ട് നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വടകര, കൊയിലാണ്ടി. ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് വർക്ക് തീരാതെ കിടക്കുകയാണ്. അണ്ടർപാസിന്റെ ഭാഗത്തേക്കൊക്കെ മണ്ണിട്ട് ഒരു സൈഡിൽ ഉയർത്തി കഴിഞ്ഞു കേട്ടോ. കാണാതാ ഈ ഭാഗത്ത് ഒരു റോഡിന്റെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതുപോലുള്ള കോൺക്രീറ്റ് വാള് വരാനുണ്ട്. അതിനു വേണ്ടിയുള്ള റെഡിമെയ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി ഈ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ റെഡി ആക്കി എടുക്കാനുണ്ട്. താഴ്ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുണ്ട്. കുറേ ഭാഗം ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട്. കണ്ടില്ലേ, പകുതി ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ നന്ദി ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇനി ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തും കുറേ ഭാഗത്ത് പാറയൊക്കെ എടുത്ത് മണ്ണ് ലെവൽ ചെയ്ത് സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പം നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണട്ടോ. കുറേ നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വ്യൂ വളരെ കുറവാണ്. 1000-2000 ഒക്കെ ആളുകളൊക്കെ കാണുന്നു. വളരെ കുറച്ച് പേരാണ് കാണുന്നവർ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നൊക്കെ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുൻവശത്തേക്ക് മലൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം. അവിടെയാണ് അവരെ കമ്പിയൊക്കെ ബെൻഡാക്കി എടുക്കുന്നത്, ക്ലിയർ ആക്കി എടുക്കുന്ന ഭാഗങ്ങളൊക്കെ. ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ ഫൗണ്ടേഷൻ ക്ലിയർ ആണ്, ഇനി ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഒരു സൈഡിലൊക്കെ മണ്ണെടുത്ത് പോയ ഭാഗം. ഇവിടെ ഒരു വണ്ടി ഇവിടെ എന്തൊക്കെയോ ക്ലിയർ ചെയ്യാണ്. ഈ ഭാഗത്തുനിന്ന് മണ്ണ് ഒഴുകി വന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്. റോഡിന്റെ ഭാഗത്തേക്കൊക്കെ ഇവിടെ ഇങ്ങനെ കുറെ ഭാഗങ്ങൾ കുന്നുകൂടി കടന്നിരുന്നത്, അതൊക്കെ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇനി സോയിൽ നീലിങ്ങിന്റെ വർക്കുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വാളൊക്കെ വരാനുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തൊക്കെ അവിടെ കുറെ നെറ്റൊക്കെ ചെയ്ത് കിടക്കുന്നുണ്ടില്ലേ. അതൊക്കെ കുറെ നാളായി അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുറെ പഴയ മണ്ണ്, വേസ്റ്റ് മണ്ണുകളൊക്കെ കൊടുന്ന് തട്ടിയതാണ്. ഇത് ക്ലിയർ ചെയ്തതാണ് ഇപ്പോൾ പോയത്. കുറെ പേര് ഇതുവഴി പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോയി നോക്കാം നമുക്ക്. അപ്പൊ ദേശീയപാത നിർമ്മാണം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. കൊയിലാണ്ടി, വടകര ഈ ഭാഗങ്ങളിലെ ഈ റീച്ചിൽ മാത്രമാണ് കുറച്ച് എഴിഞ്ഞു നീങ്ങുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി അദാനി ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പം മുകളിലേക്കൊക്കെ പരാതികളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ MP ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ ഇവിടെയും വേഗത്തിൽ വർക്കുകൾ തീരും. ഇപ്പോ നമ്മളെ മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയി. ഫിനിഷിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് പകുതിയോളം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും വർക്കുകൾ വളരെ വേഗത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് കുറച്ച് വർക്ക് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് നേരത്തെ പറഞ്ഞ ഡിസൈനിൽ ആവാത്തോണ്ട് കുറെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് കുറെ വർക്കുകൾ ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറെ ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം വളരെ നല്ല രീതിയിൽ ഫുൾ വർക്കുകൾ കഴിഞ്ഞ് ക്രാഷ് ബാരിയറുകൾ പെയിന്റ് ചെയ്ത് കാണാം നമുക്ക്. അതിന്റെ മുകളിൽ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള ഇരുമ്പ് ഷീൽഡുകൾ വെച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ കാലുകൾ വെച്ചിട്ടുണ്ട്. ദിശ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞ കുറച്ച് ഭാഗം കണ്ടു. അപ്പൊ ഇനി
മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ കുറെ ഭാഗങ്ങളിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കാനുള്ളൂ. ഇപ്പൊ ഇവിടെ അടച്ചു വെച്ച ഈ ഭാഗത്ത് മുൻവശത്ത് കുറച്ചൊരു വർക്കുകൾ ഉണ്ട്. ഇപ്പൊ ഏകദേശം ഞാൻ ഒരു 3 കിലോമീറ്ററോളം ദൂരം വന്നതിന് ശേഷം കാണിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് കാണാം ഇടതുവശത്ത് ഈ കാണുന്നതൊക്കെ ക്രാഷ് ബാരിയറുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തതാണ്. ഇത് കുറെ നാളായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ പോകുന്ന ഈ സൈഡ് മാത്രമാണ് ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ളൂ. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ലൈൻ മാർക്കിംഗ് ചെയ്യാനുണ്ട്. ഈ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്ന വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഈ ഭാഗത്തൊന്നും ഇവിടെ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്ത് ലൈറ്റിന്റെ തൂണുകൾ കൊടുക്കുക, ബോർഡുകൾ, അങ്ങനെ ബോർഡുകൾ അധികം എവിടെയും വെച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള വളവുകളൊക്കെ സൂചിപ്പിക്കണ ചെറിയ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഇവിടെ നോക്കാം എത്രത്തോളം മാറ്റം ഉണ്ടെന്ന്. അവിടുന്ന് ഇത്രയും ദൂരത്തിൽ വരുമ്പോൾ വർക്ക് കഴിയാത്തൊരു ഭാഗം കണ്ടത് ഇവിടെയാണ്. ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്താനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡ്രെയിനേജ് ആണെന്ന് തോന്നുന്നത്. വലിയൊരു ഭാഗം കാണുന്നുണ്ട്, പോയി നോക്കാം അടുത്ത്. ശരിയാണ്, ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഡ്രെയിനേജ് ആണ്. ഇവിടെ കണ്ടില്ലേ, വെള്ളം ഒഴുകി വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇവിടെ അങ്ങനെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. അതുമായി ബാക്കി അതിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു തോടും ഉണ്ട്. ഇങ്ങനെ ആ തോട്ടത്തേക്ക് ഇങ്ങനെ പോകുന്ന ഇതാണ്. ഈ ഭാഗത്താണ് ഇനി വർക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഡ്രൈനേജിന്റെ വർക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഡ്രൈനേജ്. ഇവിടെ വേറെ ഒരു തോടിന്റെ മുകളിൽ ചെറിയൊരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ചെയ്യാനുള്ളത്. സർവീസ് റോഡ് ഇവിടെ റെഡിയാണ്. ഇത് ഇനി ജോയിന്റ് ചെയ്യാനുണ്ട്. അവിടെയും സർവീസ് റോഡ് ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാനും ഇവിടെയുള്ള വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഇങ്ങനെ ലൈറ്റിന് കാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടിട്ടുണ്ട്. കുറെ ഭാഗത്ത് അവിടെയൊക്കെ കാണുന്നുണ്ട്. അവര് നേരത്തെ ചെയ്യാത്തൊരു വർക്ക് ആയതുകൊണ്ടായിരിക്കാം അവിടെയൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ചില ഭാഗത്തൊക്കെ ഇത് വർക്ക് ഈ ക്രാഷ് ബാരിയർ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ വാർത്ത് എടുക്കലാണ്. ഇപ്പൊ അവിടെ അത് ചെയ്യാത്തതുകൊണ്ട് അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടേക്കൊക്കെ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് കഴിഞ്ഞു. ലൈറ്റിന്റെ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. മലന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് വലിയൊരു കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോ കുറെ പേര് വളരെ വേഗത്തിൽ അവിടെ നിന്നൊക്കെ നല്ല ക്ലിയർ ആണ് റോഡ്. ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിവേഗത്തിൽ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. ഇവിടം വരെ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ച് ഒരാള് സെക്യൂരിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വന്ന ആളുകൾ ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. അതിവേഗത്തിൽ തന്നെ ഈ റോട്ടിലൂടെ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ കുറെ മെറ്റല് വലിയ കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതവിടെ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞു. ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വർക്കേഴ്സിന്റെ വാഹനങ്ങൾക്ക് മാത്രമാണ് പോകാനുള്ള അനുമതി ഉള്ളത്. മഴ ആയതുകൊണ്ട് എന്തു സംഭവിക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. കാരണം വലിയ ഹൈറ്റിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ പൊട്ടി വീഴാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇതുവഴിയുള്ള യാത്ര നിർത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു ഡ്രെയിനേജ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത ഒരു ഭാഗമാണത്. ഈ ഭാഗത്തും കാണാൻ നമുക്ക് മണ്ണെടുത്തിട്ടുണ്ട്. അവിടെ തുടക്കമിട്ടിട്ടില്ല. ഇനി ഇങ്ങനെ സെന്റർ ഭാഗത്തുകൂടെ ക്രോസ് ചെയ്ത് ഡ്രെയിനേജ് പോവാനുണ്ട്. ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പല നിറത്തിലുള്ള മണ്ണുകളൊക്കെ കാണുന്നുണ്ട്. കിണറിന്റെ ഒക്കെ പോലെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഹൈറ്റിൽ നിന്നാണ് മണ്ണെടുത്ത് പോയിട്ടുള്ളത്. സോയിൽ നെയിലിങ് നേരത്തെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് അതിന്റെ കമ്പി ഒക്കെ നെറ്റ് ചെയ്തതൊക്കെ ആ ഭാഗങ്ങൾ കാണാം. അതിനുശേഷമാണ് പുതിയ പ്ലാനിങ് വന്നത്. ഇവിടെ ഇങ്ങനെ വലിയ കോൺക്രീറ്റ് വാള് കെട്ടാനുള്ള. അപ്പൊ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം സ്റ്റെപ്പായിട്ട് അവര് തുടങ്ങിയിട്ടുണ്ട്. ഒരു തടിയൻ നായനെ കണ്ടില്ലേ, നടക്കാൻ പോലും അത്രക്കും തടിയുണ്ട് ആൾക്ക്. ഇവിടെയാണ് കോൺക്രീറ്റ് വാളിന്റെ വർക്ക് ഇപ്പൊ നടക്കുന്നത്. വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഇതിന്റെ ഉൾവശത്ത്
കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഈ കരിങ്കല്ല് പീസുകൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അതെന്താ ബലപ്പെടുത്തി എടുക്കാനാണെന്ന് തോന്നുന്നത്. ബൈക്കൊക്കെ കൊണ്ടുപോകാട്ടാ, ബൈക്ക് കുറച്ച് പേരൊക്കെ പോയി ഇതിലെ. കാരണം നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണും ചെളിയായി കിടക്കാണ്. പിന്നെ പഴയ ടാറിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചെടുത്തതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ചെങ്ങോട്ടുകാവ് ഭാഗത്തുനിന്ന് വന്ന് ആ ഭാഗത്ത് അവിടെ നിർത്തേണ്ടി വരും. നന്ദി ഭാഗത്തുനിന്ന് വരുന്നവര് ഈ ഭാഗത്ത് നിർത്തേണ്ടി വരും. ഇതാ ബാക്കിൽ നിന്ന് ഒരു ബൈക്കൊക്കെ വരുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കാം, അല്ലാതെ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. ഇപ്പൊ ആള് ഇന്നോടാണ് ചോദിക്കേണ്ടത് വണ്ടി പോവുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് അവിടുന്ന് 1-2 ബൈക്കൊക്കെ വന്നിരുന്നത് അങ്ങനെ അറിയുന്നു. ചോദിച്ചറിഞ്ഞൊക്കെ ചിലര് ബൈക്കൊക്കെ പോകുന്നുണ്ട്. ബൈക്കാണെങ്കിൽ തന്നെ ഇവിടെ തെന്നി വീഴാനൊക്കെ സാധ്യത ഉണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെയാണ് ഇവര് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയൊരു കുന്ന് ഫുൾ മണ്ണുള്ളത് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞുട്ടോ. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഈ ഭാഗത്ത് മണ്ണുള്ളത്. അപ്പൊ വലിയൊരു മലയെ ഇടിച്ച് നിരത്തി അതിന്റെ സെന്ററിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പൊ സേഫ്റ്റിക്കുള്ള മതിലിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിന്റെ മുകൾ വശത്തും ഒരു ഹിറ്റാച്ച് കാണുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അറിയില്ല. അവിടെ ഒരു പക്ഷേ ചിലപ്പോ ഹൈറ്റ് കുറയ്ക്കാതിരിക്കാം മണ്ണെടുത്ത്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്ത ഒരു ഡിസൈനിലല്ല ഇവിടെ വർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇവിടെ ആദ്യം അവര് ചെറിയ രീതിയിൽ മണ്ണ് നീക്കി അതിന്റെ സൈഡിൽ സോയിൽ നീലിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരാന്നുള്ള വർക്ക് ചെയ്യുന്നത്. അത് പൊട്ടി വീഴുന്നതാണ് ഇവിടെ പിന്നെ മാസങ്ങളും ഏകദേശം ഒരു വർഷങ്ങളോളൊക്കെ ആയിട്ട് ഡിലേ ആയത് വീണ്ടും. ഇപ്പൊ അതിന് ശേഷമാണ് വീണ്ടും പ്ലാൻ മാറ്റി വലിയ എമൗണ്ടിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കോൺക്രീറ്റ് വാൾ ചെയ്യാൻ ഭയങ്കര എമൗണ്ട് ആവും. അപ്പൊ ഈ ഭാഗത്തും കുറച്ച് മുൻവശത്ത് നമുക്ക് കാണാം. ഈ ഭാഗത്തും കോൺക്രീറ്റ് വാള് കുറച്ച് നേരത്തെ തന്നെ ഞാനൊരു 2-3 വീഡിയോ ഒക്കെ ഇവിടെ ചെയ്ത അന്ന് ഇത് വർക്ക് തുടങ്ങിയിരുന്നു. അപ്പൊ ആ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടുന്ന് എടുക്കുന്ന മണ്ണുകളൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്ന മണ്ണുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. അവരുടെ ഹിറ്റാച്ച് പോകാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് തോന്നുന്നു. ആ കാണുന്ന ഹിറ്റാച്ച് ഇല്ലേ അതിന്റെ മുകളിൽ അങ്ങനെ ഒരു ചെറിയ വഴി ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് ഈ കല്ലും ക്ലിയർ ആക്കി ഇതൊക്കെ കൂട്ടിയിട്ട് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് വലിയ കോൺക്രീറ്റ് വാള് വന്നിട്ടുള്ളത്. കുറെ ദൂരത്തിലേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് വാള് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലൊക്കെ മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. ആ ഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് ഹൈവേയിലേക്ക് എൻട്രി ആകുന്ന ഭാഗങ്ങളിലൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഈ അടുത്തൊന്നും വർക്ക് കഴിയും തോന്നുന്നില്ല. അപ്പൊ വർക്കേഴ്സിന്റെ വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ പോകുന്നത്. അപ്പൊ കൊയിലാണ്ടി ബൈപ്പാസ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുവരേക്ക് വെയിറ്റ് ചെയ്യാം. വലിയ ബ്ലോക്കാണ് കൊയിലാണ്ടി ടൗണില് ദിവസം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് കുറെ പേര് അതിൽ നിന്ന് മാറി ഇതുവഴിയൊക്കെ ഷോർട്ട് കട്ടായിട്ട് പോകാൻ ശ്രമിക്കുന്നത്. അത്രയും സമയം ലാഭമായിരിക്കും ഈ കൊയിലാണ്ടി ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ. ഒരുപാട് ആളുകൾ ദിവസേന വേഗം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റിലൂടെ ഒക്കെ അറിയിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം, അവിടെ ആ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ഇറ്റാച്ച് ചെയ്യുന്ന വർക്ക് അതാ അവിടുന്ന് മണ്ണ് താഴേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ ഫില്ല് ചെയ്യാണ്. ഈ പുതുതായിട്ട് കോൺക്രീറ്റ് വാള് വരുന്ന ആ ഭാഗം ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. മുകളിൽ നിന്ന് ഹൈറ്റ് കുറക്കുകയും ചെയ്യാണ്. അങ്ങനെ ഒരു വർക്കാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ കുറെ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഈ വാഹനങ്ങൾ കടത്തിവിടാത്ത ഒന്നില്ലെങ്കിൽ ഇവിടെ സ്കിഡായി വീഴാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ താഴ്ന്നു പോവാനോ ഉള്ളൊരു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് അടച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും കാണാം മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. ചെങ്ങോട്ടുകാവ് ഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചതാണ്. അവിടെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അവിടെ ഇവിടുത്തെ വർക്ക് കഴിയാത്തതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ കണ്ട നായന്റെ ഓണറാണത്. ആളെ തെരഞ്ഞു വരികയാണ്. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.